ബി ബില്ലടയ്ക്കാൻ നൽകിയത് കള്ളനോട്ടെന്ന് വിധി എഴുതി വയോധികനായ വ്യാപാരിയെ പോലീസ് ജയിലിൽ അടച്ചത് 32 ദിവസമാണ്. 2 വർഷത്തിനു ശേഷം നോട്ട് ഒറിജിനലെന്ന് പരിശോധനാ ഫലം വന്നു. പിന്നെയും 2 വർഷം കൂടി വന്നു കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കാൻ. വയോധികനായ വ്യാപാരി അനുഭവിച്ച മാനസിക പീഡനത്തിനും അപമാനത്തിനും കൈയും കണക്കുമില്ല. വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ച SIക്കാകട്ടെ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റവും കിട്ടി. വ്യാപാരി SIക്കെതിരെ നൽകിയ പരാതികൾ ചവറ്റുകൊട്ടയിലും പതിച്ചു. തനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ മാനസിക വ്യഥ തുറന്നു പറയുകയാണ് വ്യാപാരിയായ മങ്ങാരം നെടിയമണ്ണിൽ വീട്ടിൽ സൈനുദ്ദീൻ റാവുത്തർ. വൈദ്യുതി ബില്ല് അടച്ച പണം കള്ളനോട്ടാണെന്ന് പറഞ്ഞ് വ്യാപാരിയടക്കം 2 പേരെ പോലീസ് ജയിലിൽ അടച്ചത് 32 ദിവസമാണ്. തന്നെ അകാരണമായി ജയിലിലടച്ച SIക്കെതിരെ സൈനുദ്ദീൻ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഒരു അച്ചടക്ക നടപടിയും ബാധിക്കാതെ സ്ഥാനക്കയറ്റത്തോടെ അയാൾ ജോലിയിൽ തുടരുന്നു. സൈനുദ്ദീൻ റാവുത്തർ അയൽവാസി നെല്ലുംപറമ്പിൽ തെക്കേതിൽ രാജൻ എന്നിവർക്കാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. ഇവർക്ക് നോട്ടുകൾ നൽകിയ പ്രവാസി വീട്ടമ്മയെ പ്രതിയാക്കിയെങ്കിലും പോലീസ് ഒത്താശയോടെ ഇവർ വിദേശത്തേക്ക് മടങ്ങിയെന്നും സൈനുദ്ദീൻ ആരോപിക്കുന്നു. 2016 സംഭവം.